പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. സുഹൃത്തുക്കളെയോ അതോ അച്ഛനെയോ അമ്മയെയോ ആണോ കാത്തിരിക്കുന്നത്? ഞാൻ പറയുന്ന ആരെയും കാത്തിരിക്കരുത്. അവരവരുടെ കാര്യം നോക്കിക്കോണം. നിങ്ങൾ കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ വേസ്റ്റാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ ലോകത്ത് കാത്തിരിക്കുന്ന വ്യക്തികളെല്ലാം തോൽവിയുടെ അടിസ്ഥാനത്തിലെത്തിയിട്ടുള്ളൂ. സമയം നമ്മൾക്ക് വിലയില്ലാതെ കിട്ടുന്ന ഒരു സാധനമാണ് സമയം. എന്നാൽ ആ സമയത്തിൻ്റെ വിലയോ ആർക്കും കണക്കാക്കാൻ പറ്റാത്തതിനേക്കാൾ അപ്പുറമാണ്. പല ഉയരങ്ങളും കീഴടക്കിയിട്ടുള്ള വ്യക്തികൾക്കറിയാം സമയത്തിൻ്റെ വില എന്താണെന്നുള്ളത് അറിയാം. ഒരു കോർപ്പറേറ്റ് കമ്പനിക്കറിയാം സമയത്തിൻ്റെ വില എന്താണെന്നുള്ളത്. നിങ്ങളൊക്കെ ഇന്നത്തെ ഗവൺമെൻറ് സർവീസ് പോലെയാണ് ജീവിക്കുന്നത്. സമയം അവർക്ക് വിലയേയില്ല. കാരണം അവർ വില കൽപ്പിക്കുന്ന സമയം 11 മണിക്കൊന്ന് ചായ കുടിക്കാനും ഉച്ചയ്ക്ക് 1 മണി എന്ന് പറയുമ്പോഴേക്ക് ഭക്ഷണം കഴിക്കാനും 5 മണി എന്ന് പറയുമ്പോഴേക്ക് ഓഫീസ് വിട്ട് ഇറങ്ങാനും മാത്രമാണ് അവർ വില കൽപ്പിക്കുന്നത്. അല്ലാതെ അവർ അവരുടെ ജോലിയിലുള്ള വില കൽപ്പിക്കുന്നില്ല. സമയം പോയി, അതുകൊണ്ട് ഈ പണി ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ 10 മിനിറ്റ് ലേറ്റായി, ഞാൻ വരാൻ താമസിച്ചോ? അത് അറിഞ്ഞുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. താമസിച്ച് ചെന്നിട്ടും അറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ വരാൻ താമസിച്ചോ എന്ന്. അവർക്കതെന്തോ ഒരു ചൂടാമണി കിരീടം പോലെയാണെന്നുള്ള ഒരു തോന്നലാണ് അത്. ഈ വാക്കുകളെല്ലാം ഇപ്പം നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ്. കേരളത്തിൻ്റെ കാര്യം എനിക്കറിയുള്ളൂ. കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. വേറൊരു സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് അനുഭവമില്ല. ഈ വക ആൾക്കാരെയാണ് ആദ്യം തല്ലി ഓടിക്കേണ്ടത്. നിങ്ങളൊന്ന് നോക്കൂ, ഒരു ഗവൺമെൻറ് സർവീസ് തലത്തിൽ നിങ്ങൾ എടുത്താൽ അവർക്ക് ജോലി ടൈം 10 മണിക്കാണ്. ഈ 10 മണി മുതൽ 5 മണി വരെ അവർ ഹാർഡ് വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അവർ ഒരു ഗവൺമെൻറ് ഓഫീസിനെ തലയിലേറ്റിയിരിക്കേണ്ട കാര്യമല്ല പറയുന്നത്. അതല്ല ഹാർഡ് വർക്ക്. അവർക്ക് ആ ജോലി ചെയ്യാൻ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. അല്ലാതെ പിൻവാതിൽ അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ടുള്ള വ്യക്തികളുടെ കാര്യമാണെങ്കിൽ അത് വിഷയമല്ല. ആത്മാർത്ഥമായി പഠിച്ച് പരീക്ഷ എഴുതി എനിക്ക് ജോലി വേണം, ഞാൻ ഗവൺമെൻറ് സർവീസ് സേവനം അനുഷ്ഠിക്കണം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന് പറയുന്നൊരു വ്യക്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ് ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾക്കൊരു സത്യപ്രതിജ്ഞയുണ്ട്, സത്യവാങ്മൂലം. ജനങ്ങളെ ഞാൻ നല്ല രീതിയിൽ സേവിക്കും, അഴിമതി ചെയ്യുന്ന ആൾക്കാർക്ക് കൂട്ടുനിൽക്കില്ല, അഴിമതി ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ജോലിയിൽ നിന്ന് സ്വയം വിരമിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ പല സത്യവാങ്മൂലങ്ങളും പല മേഖലകളിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത് പല മേഖലയ്ക്കും ഓരോ മേഖലയ്ക്കും ഓരോ സത്യവാങ്മൂലമാണ്. ഇന്ന് മുതൽ എടുത്തു നോക്കാം. പഞ്ചായത്തിലാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക്, പിന്നെ ഒന്ന് സെക്രട്ടറി പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ മെയിൻ ആളാണോ, ഗവർണറിൻ്റെ മെയിൻ ആളാണല്ലോ സെക്രട്ടറി പറയുന്നത്. ഈ സ്റ്റാഫുകൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് സെക്രട്ടറി തുള്ളുന്നത്. കാരണം സെക്രട്ടറിക്കും പണിയെടുക്കാൻ വയ്യ. ഈ ഓരോ സ്റ്റാഫുകളും അവരവരുടെ ജോലികൾ വ്യക്തതയോടെ കൂടിയിട്ടും കൃത്യതയോടെ കൂടിയിട്ടും ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് കേരളം കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കടമൊന്നും എടുക്കൊന്നും വേണ്ട. ജോലിയിലുള്ള ആത്മാർത്ഥത ചെയ്താൽ മതി. അത് ഗവൺമെൻറ് ശമ്പളത്തിനുപരി അതിന് പുറമെയാണ് ഇവർക്കുള്ളൊരു ശമ്പളം പറയുന്നത്.
ഈ ഈ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരനെ എന്തിന് ഗവൺമെൻറ് നിങ്ങളെ പണിക്ക് വയ്ക്കുന്നു? അതിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ വേറെയുണ്ട്, ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ചു, നിങ്ങൾ ആദ്യം കൊടുക്കുന്ന സസ്പെൻഡാണ്. കാരണം അന്വേഷണ വിധേയമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ, എന്താണ് അയാൾ കൈക്കൂലി വാങ്ങാനുള്ള അന്വേഷണം, അയാളുടെ വീട്ടിൽ പ്രാരാബ്ദങ്ങളാണോ അതോ വേറുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്നെല്ലാം നിങ്ങൾ അന്വേഷിച്ചിട്ടാണ് നിങ്ങൾ അയാൾക്ക് വീണ്ടും ജോലി കൊടുക്കുന്നത്. ഞാൻ ചെയ്യാൻ നിൽക്കണം. ഗവൺമെൻറ് മുതൽ എല്ലാ മേഖലകളിലും നിങ്ങൾ ഇവിടെയാണ് നമുക്ക് സമയത്തിൻ്റെ വില എന്ന് പറയുന്നത്. ആരെയും കാത്തു നിൽക്കരുത്. കാരണം സാധാരണക്കാരുടെ ഇടയിൽ കോർപ്പറേറ്റുകളെ എതിർക്കും, എന്നിട്ട് അവർ അടിയിൽ കൂടിയിട്ട് കോർപ്പറേറ്റുകളെ ഒരു സാധാരണക്കാരൻ ഒരു പഞ്ചായത്തിലോ ഒരു വില്ലേജിലോ പോയി കഴിഞ്ഞാൽ 50 പ്രാവശ്യം നടക്കണം. എന്തുകൊണ്ടെന്നറിയോ? അവർ സമയത്ത് ജോലി ചെയ്യാത്തത് കൊണ്ട്. ഈ സമയത്ത് ജോലി ചെയ്യാത്തവരെ നിങ്ങൾ എന്തിന് ഇവിടെ ഗവൺമെൻറ് സർവീസിൽ വെക്കുന്നത് എന്നുള്ളത് ചോദിക്കാൻ ഒരു വിഭാഗങ്ങളുമില്ല. ചോദിക്കാൻ ചെല്ലുന്ന വിഭാഗങ്ങൾ അധസ്ഥിതരാണ്. അതായത് ഒന്നിനും കഴിയാത്ത വ്യക്തികളാണ് അവർ. ഇന്ന് പോലീസിലടക്കം കൈക്കൂലി വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പട്ടാള സിസ്റ്റം വരണം. പട്ടാള സിസ്റ്റം വന്നാൽ തന്നെ കാര്യങ്ങൾ നടക്കില്ല. ഈ പട്ടാള സിസ്റ്റം പറയുന്നത് എന്താണെന്നുള്ളത് സമയത്തിൻ്റെ വിലയാണ് കാണിക്കുന്നത്. അതായത് ജോലിയോടുള്ള ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർ പട്ടാള സിസ്റ്റത്തിൽ ജോലിക്ക് വെക്കുകയുള്ളൂ. ഒരാളില്ലെങ്കിൽ വേറൊരാൾ എന്ന സിസ്റ്റം നമ്മുടെ കേരളത്തിലില്ല. മന്ത്രിമാരും തലത്തട്ട് മുതലേ അങ്ങനെയാണ്. ജനങ്ങളെ പറ്റിക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് പല മേഖലകളിലും കേരളത്തിൽ നടക്കുന്നത്. ഇതിന് പ്രതികരിക്കാൻ ഒരാളുമില്ല. ലൈഫിൽ എത്ര SC/STകൾക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട്, പാസ്സായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത്. ഒന്നും വേണ്ട, സാധാരണ ഒരു 5ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് ഒരു വിവരാവകാശം കൊടുത്ത ലിസ്റ്റ് കയ്യിൽ തരുന്നതാണ്. ഈ SC/STൻ്റെ വകുപ്പിൽ നിന്ന് ഭൂമി വാങ്ങലും വീട് വെച്ച് കൊടുക്കലും എടുത്ത് മാറ്റിയത് SC/STകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ വേറൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടേ അല്ല. അതിന് ശേഷമുള്ള ലൈഫ് വന്ന് ഈ ലൈഫിൽ എത്ര SC/STകൾക്ക് പാർപ്പിടങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഭൂമി കിട്ടിയിട്ടുണ്ട്. അഥവാ പാർപ്പിടം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് 100 നൂലാമാല സംഭവങ്ങളാണ്. ആദ്യം ഇത്ര സ്ക്വയർ ഫീറ്റിനെ വീട് കെട്ടാൻ പറ്റുള്ളൂ, ഇന്ന പണി ചെയ്താലാണ് നിങ്ങൾക്ക് അടുത്ത ഗഡു തരുള്ളൂ. കാരണം അടുത്ത ഗഡുവിന് പോകുമ്പോഴേക്ക് ഫണ്ടില്ല പറയും. അല്ല, ഈ ആദ്യത്തെ ഫണ്ട് എവിടെ പോയി? അല്ല, ഞാൻ ചോദിക്കും, ഈ ഫണ്ട് ആവിയായി പോവുകയാണോ? ഈ ഫണ്ട് എവിടെ പോയി? ഇപ്പോൾ വീടിന് നമ്മൾ ഇത്ര ലക്ഷം രൂപ, ചിലപ്പോൾ ഇത്ര കോടി രൂപ വീടിന് SC/STക്ക് വീട് വയ്ക്കാനുള്ളത് ഒരു 10 കോടി രൂപ മാറ്റി വെച്ചു. അതിൽ ഓരോ ബ്ലോക്കിനും ഓരോ പഞ്ചായത്തിനും ഇത്ര കോടികൾ വീട് വയ്ക്കാൻ, ഗവൺമെൻറ് ലിസ്റ്റ് പ്രകാരമുള്ള വീട് വയ്ക്കാൻ. ആ ലിസ്റ്റ് പ്രകാരമുള്ള കോടികളാണ് കാറ്റത്ത് പറന്നു പോകുന്നത്. എന്താ ഇതൊന്നും ആരും ചോദിക്കാത്തത്? ഇനി എങ്ങനെയാണ് നിങ്ങളെയൊക്കെ ബോധവൽക്കരിക്കുക? അതോ പണ്ടത്തെ ചങ്ങല തെങ്ങിൻ്റെ മണ്ടയിൽ തന്നെ കയറി കള്ളു കുടിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്നും സ്ഥിതി അതൊക്കെ തന്നെ. പിന്നെ അതിൽ രക്ഷപ്പെടുന്ന അപൂർവ ഇനങ്ങൾ മാത്രമേ ഉള്ളൂ. അവരെ നോക്കി നിങ്ങൾ അസൂയ പൂണ്ടിട്ട് കാര്യമൊന്നുമില്ല. സമയം എന്നുള്ളതാണ്. കാരണം സമയമില്ലാത്തത് കൊണ്ടാണ് എന്നുള്ള വിഷയം എന്ന് പല ആൾക്കാരും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ സമയം എന്ന് പറയുന്നത് വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ കഴിയാത്തൊരു നിങ്ങളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത് നോക്കൂ. ഞാൻ 4 മണിക്ക് എണിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇല്ലെങ്കിൽ 5 മണിക്ക് എണിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇല്ലെങ്കിൽ 6 മണിക്ക് എണിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ കറക്റ്റ് സമയങ്ങളിൽ എണീറ്റ് നിങ്ങളുടെ കാര്യങ്ങൾ, ഒരു ദിവസത്തെ പ്രോജക്റ്റ് എന്താണ് ഇന്ന് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇന്ന് അതായത് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ സംഭവങ്ങളും ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം പ്രോജക്റ്റ്. അതാണ് ഞാൻ പറയുന്നത് പ്രോജക്റ്റ്, അല്ലാതെ മറ്റുള്ള ആൾക്കാരുടെ പ്രോജക്റ്റ് അല്ല. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ പ്രോജക്റ്റ് എന്താണ്, ഇന്ന് എൻ്റെ വീട്ടിൽ എന്ത് വെക്കണം, ഏത് വെക്കാണ്ടിരിക്കണം, എന്ത് വാങ്ങണം, എന്ത് ചെയ്യണം,
കുട്ടികളെ എത്ര മണിക്ക് സ്കൂളിൽ വിടണം, ഇതെല്ലാം നിങ്ങൾ ആ സമയത്ത് കാര്യങ്ങൾ കറക്റ്റായി ചെയ്താൽ നിങ്ങൾക്ക് ടെൻഷനേ ഇല്ല. അതായത് ഒരു ബാങ്ക് സിസ്റ്റം അന്നുള്ള ദിവസത്തെ വരവും ചിലവും അവർ അന്നന്ന് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഇന്നത്തെ പണി ഇന്ന് കഴിക്കുക, അങ്ങനെ ചെയ്തു നോക്കും. നിങ്ങൾക്ക് ടെൻഷനും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും. പിന്നെ ഈ വക പുഴുക്കളുടെ ഒരു ചിന്താഗതി ഉണ്ട്. എന്താണെന്നറിയാം, ഞങ്ങൾക്ക് അങ്ങനെ ജോലി എടുക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് യൂണിയനും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്, ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അപ്പം നിങ്ങൾ വിവരം അറിയും എന്നുള്ളൊരു സിസ്റ്റം. ആ സിസ്റ്റമാറ്റിക്കാണ് ആദ്യം ഇവിടെ മാറ്റിയെടുക്കുന്നത്. അതിന് അതിന് കേരളത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പിഴിഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ശമ്പളം തരാൻ വേണ്ടിയിട്ട് ഒരാളെ നിയമിച്ചിട്ടൊന്നുമില്ല. നിങ്ങളൊക്കെ കൈക്കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്കാണ്, അല്ലാതെ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ കൈക്കൂലി വാങ്ങുന്നത്. നിങ്ങൾക്ക് സസ്പെൻഡല്ല ആദ്യം തരേണ്ടത്, നിങ്ങളെ ഡിസ്മിസിലാണ് ചെയ്യേണ്ടത്. അതിന് ഈ ഗവൺമെൻറ്റിന് ചങ്കൂറ്റം ഇല്ലാതായിപ്പോയി. അത് ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, ആ സിസ്റ്റമാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്. അതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെടണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നൊരു കാര്യം കൂടി ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കണം. നിങ്ങൾക്ക് രാവിലെ 10 മണിക്ക് എത്തുന്നവരുടെ കാര്യം മാത്രം, അപൂർവമായിട്ട് എത്തുന്നവരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. 5 മണി വരെ ഓഫീസിൽ വന്ന് കിടന്നുറങ്ങിയാലും നിങ്ങൾക്ക് മാസം തികയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ശമ്പളം വരുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഇന്ന് 2024 ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. സാമാന്യം എല്ലാ ജനങ്ങൾക്കും ബുദ്ധികളും വിവരങ്ങളും വെച്ച് തുടങ്ങി. അതിൻ്റെയാണ് പല മാറ്റങ്ങളും കണ്ടു തുടങ്ങുന്നത് പ്രകൃതിയിൽ. അപ്പോൾ നിങ്ങൾ ഇനിയും ഞങ്ങൾ കൊയ്യുന്നതെല്ലാം നിങ്ങളേതാകും പൈങ്കിളിയേ എന്ന് പറയുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ, അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ അടിവേര് കിടക്കും. പല സർക്കാർ ഓഫീസുകളിലും സാധാരണപ്പെട്ട ജനങ്ങൾ ചെന്ന് ചെല്ലുമ്പോൾ പുഴുത്ത പട്ടികളെ പോലെ നോക്കുന്ന നിങ്ങളൊക്കെ എന്ത് സർവീസ് ചെയ്യാനാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്? ആ സർവീസിൽ ജോലി ഇല്ലെങ്കിൽ നിങ്ങളും പുഴുത്ത പട്ടികളെ പോലെ തന്നെയാണ്. ആ സർവീസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഗമ. ഇത്തരം ഗമക്കാരെ ആദ്യം അടിച്ച് പുറത്താക്കണം. അതിനുള്ള നിയമം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊണ്ടുവരണം എന്നുള്ളതാണ് താഴ്മയോടെ കൂടിയിട്ട് ഞാൻ അപേക്ഷിക്കുന്നത്.